All right, so with that, I think we'll move on to a basic introduction to canonical ensemble. We have roughly covered microcanonical ensemble. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് മൈക്രോകാനോനിക്കൽ ensemble, canonical ensemble, അതുപോലെ ഗ്രാൻഡ് കാനോനിക്കൽ ensemble, ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ഈ എൻസെമ്പിളിന്റെ സെക്ഷൻ തീർത്ത് കഴിഞ്ഞ് ചെയ്യുന്നുണ്ടാവും, എസ്പെഷ്യലി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. ഇപ്പൊ നമുക്ക് റഫായിട്ട് അടുത്ത കാനോനിക്കൽ എൻസെമ്പിളിലേക്ക് പോകാം. അവിടെ എങ്ങനെയാണ് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, so we'll start with a small introduction to canonical ensemble and then continue in the next class. Okay. In canonical ensemble, we consider a small system which is in thermal interaction with heat reservoir A prime. Okay, microcanonical ensemble, it was an isolated system. Okay, it was an isolated system. All right. Canonical ensemble, we are not considering an isolated system, but we are considering system which is in thermal equilibrium with a larger system. Okay, larger system. This is a reservoir, a heat reservoir. All right. An example is a bottle of wine immersed in a swimming pool. Okay, the bottle of wine is our system. The swimming pool is a heat reservoir. Okay, so you can imagine a heat reservoir which can take any amount of heat, etc. Okay, an infinitely big reservoir you can imagine. Okay, we imagine the system is okay, reservoir is quite huge. So number of microstates of our systems are much less. This is canonical ensemble basic idea. Number of microstates of our system are much less when compared to the number of microstates of our reservoir. Okay, but you can ask this question, but why? All right, why do we do this? Microcanonical ensemble is okay, issue. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്, അതൊരു മാത്തമാറ്റിക്കൽ ഇഷ്യൂ ആണ്. ഒരു ഡെഫിനറ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എത്രയാണെന്നുള്ളത് we need to find the number of microstates as a function of E, V and N. Okay, that's quite complicated for most systems. നമ്മളൊരു ഐഡിയൽ ഗ്യാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, അത് ഹൈലി ഐഡിയലൈസ്ഡ് സിസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്, ബട്ട് ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഇസ് ജനറലി മോർ ഡിഫിക്കൽട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സിമ്പിൾ ആയിട്ട് ചെയ്തത്. വി ഈവൻ considered a monoatomic gas. We didn't consider the degrees of freedom due to the interaction between monoatomic gas and diatomic ആണെങ്കിൽ ഈ രണ്ട് ആറ്റംസിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഇറ്റ് ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ക്വിക്ലി. ഓക്കെ, അതുപോലെ ഫിക്സ്ഡ് എനർജി സിസ്റ്റം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. റൈറ്റ്, സോ ഇറ്റ് ഡസന്റ് മീൻ മച്ച് ടു ടോക്ക് അബൌട്ട് ഫിക്സ്ഡ് എനർജി സിസ്റ്റംസ്. റൈറ്റ്, കാരണം fixed energy കിട്ടണമെങ്കിൽ you should be able to isolate the system completely from the surroundings. Okay, that we never see. Completely isolated system എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ഓക്കെ, വേറെ പ്രശ്നം എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ കുറച്ച് പ്രോബ്ലം ആണ്. എനർജി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാറില്ല, അല്ലെ? സിസ്റ്റത്തിന്റെ എനർജി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാറില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ യൂഷ്വലി ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്തേക്കാം, ബട്ട് എനർജി, വാട്ട് ഡു യു മീൻ, ഹൗ ഡു യു മെഷർ ദ എനർജി ഓഫ് ദ സിസ്റ്റം? ഓക്കെ, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഓൾറൈറ്റ്, അതുപോലെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു keep this energy fixed. Microcanonical ensemble energy fixed ആയിരിക്കണം. സോ മൈക്രോകാനോനിക്കൽ എൻസെമ്പിൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഈ ഒരു ഫോർമുലിസം ഇറ്റ്സ് നോട്ട് വെരി പ്രാക്ടിക്കൽ. ഓക്കെ, നമ്മൾ റിയൽ വേൾഡ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് വെരി പ്രാക്ടിക്കൽ. ഓൾറൈറ്റ്, സോ ബെറ്റർ ഓപ്ഷൻ ഇസ് ടു ടോക്ക് അബൌട്ട് എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ. ഫിക്സ്ഡ് എനർജിയെക്കാളും നല്ലത് ഫിക്സ്ഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഓക്കെ, ഫിക്സ്ഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ വൈൻ ബോട്ടിലിന് ഒരു സ്വിമ്മിംഗ് പൂളിലിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദി സിസ്റ്റം ഇസ് ഇൻ ഈക്വിലിബ്രിയം വിത്ത് ദി സറൗണ്ടിങ്സ് ആൻഡ് ദെൻ യു ക്യാൻ ടോക്ക് അബൌട്ട് എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ വിത്തൗട്ട് മച്ച് പ്രോബ്ലം. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസിലൊന്നും ഈ റിസർവോയറിന്റെ എക്സാക്ട് നേച്ചർ ഇമ്പോർട്ടന്റ് അല്ല, അതിൽ എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട് എന്നിങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് മേക്സ് തിങ്സ് ഈസിയർ. Alright, we can use the language of probabilities and you will see that the precise nature of the reservoir is not important. Okay, alright, in a canonical ensemble എന്ന് പറയുന്നത് if the reservoir consists of an infinitely large number of Mendel copies of the given system. Okay, ഇപ്പോൾ നമ്മൾ വൈൻ ബോട്ടിലിന്റെ കാര്യം പറഞ്ഞു. ensemble എന്ന് പറയുന്നത് you consider a large number of wine bottles in the swimming pool. Okay, swimming pool is quite huge. Okay, this is a huge swimming pool and you consider a large number of wine bottles in it. ഇതിനെയാണ് നമ്മൾ
ഓൺസെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കനോനിക്കൽ ഓൺസെമ്പിളിന്റെ ഓൺസെമ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന മൈക്രോ കനോനിക്കൽ ഓൺസെമ്പിൾ നമ്മൾ മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്ത് n, v, e എന്നാണെങ്കിൽ, in canonical ensemble we decide to keep track only of the total number, the total volume and the total temperature. Okay, ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കനോനിക്കൽ ഓൺസെമ്പിളിൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, യു ഡിഫൈൻ ദ മാക്രോ സ്റ്റേറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ. നേരത്തെ പറഞ്ഞാൽ മാക്രോ സ്റ്റേറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫ്രീഡം ആണ്. There was some freedom in it, right? So we see that a more convenient way of specifying the macro state is by specifying the total number, volume and temperature. Okay, അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ the question that we are interested in, canonical ensemble-ലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഈക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കുകയാണ്. വാട്ട്സ് ദ പ്രോബബിലിറ്റി PR നമുക്ക് എഴുതാം of finding the system A in any one particular microstate with energy ER. നമ്മുടെ വൈൻ ബോട്ടിലിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. വൈൻ ബോട്ടിൽ എടുത്തു, ഇറ്റ്സ് ഇൻ എ സ്വിമ്മിംഗ് പൂളിനാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ക്യാൻ കൺസിഡർ ഓൾ സോർട്സ് ഓഫ് എനർജി ഫ്രം 0 to infinity. Okay, of 0 to some value is 0. We can consider all physically possible range of energies. അപ്പോൾ ഇവിടെ നമ്മൾ എനർജി ഫിക്സ്ഡ് ആണെന്ന് പറയുന്നില്ല, ലാർജ് എല്ലാ പോസിബിൾ എനർജീസും പ്രോബബിൾ ആണ്, അതിന് പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ ചോദ്യം ഇതാണ്, ഒരു സ്പെസിഫിക് എനർജി നമ്മൾ വൈൻ ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ എനർജി മെഷർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൈൻ ബോട്ടിൽ എടുത്തിട്ട് അതിന്റെ എനർജി കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എൻ എനർജി ER? ഇതാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ, ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയ the rest of the things can be done using simply mathematics. ഒക്കെ അപ്പൊ ഇതിന് മാത്രമാണ് ഫിസിക്കലായിട്ട് കുറച്ച് ആർഗ്യുമെന്റ്സ് ആവശ്യമായിട്ട്. Even mathematical arguments, start with some assumption. Okay? So we'll see that this, okay, the next section we'll see that this probability is proportional to e raised to minus beta ER. We can actually show that this is the case. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക്, we can normalize this and then we can find the average values, everything. All right, and then you will see that there is another important quantity called the partition function. ഈ ഡെഫിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റിയും കൂടെ വരും. പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് നമുക്ക് തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ ഡെറൈവ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണും. Okay, so for now I think we'll conclude. Thank you.